എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ഫലം പരിശോധിക്കാം. ഇന്ന് ബുധനാഴ്ച 10/9/2025 1201 ആണ്ട് ചിങ്ങമാസം 25-ാം തീയതി. നമുക്ക് ബുധൻ്റെ പ്രാധാന്യങ്ങളെല്ലാം അറിയാം. ബുധനെന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിൽ മന്ത്രിയുടെ സ്ഥാനമാണ് കൊടുക്കുന്നത്. മന്ത്രി എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണ്. എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും എല്ലാത്തിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ബുധന് അത് ജ്ഞാനമുള്ളവർക്കേ പറ്റൂ. അതുകൊണ്ടാണ് ബുധന് ജ്ഞാനത്തിൻ്റെ സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ഇന്നത്തെ ബുധനാഴ്ച എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൂറുഫലം അല്ലെങ്കിൽ നമ്മുടെ രാശിഫലം പരിശോധിക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് എങ്ങനെയാണ് ഇന്നത്തെ ദിവസമെന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കൂടുതൽ. എന്നാൽ ചില തിരക്കുകൾ മൂലം ചില മറവിയൊക്കെ സംഭവിച്ച് അത് വലിയ ദോഷത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടി വളരെ ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യേണ്ടതാണ്. ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന വളരെ അനുകൂലമായി കാണുന്നു, അല്ലെങ്കിൽ അനിവാര്യമായി കാണുന്നു. ഹൈന്ദവാചാരപ്രകാരം മുൻപോട്ട് പോകുന്നവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുകയും ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായി കാണുന്നു. അല്ലെങ്കിൽ അവതാരമൂർത്തിയായ രാമക്ഷേത്രത്തിൽ പോകുന്നതും വളരെ ഗുണകരമായി കാണുന്നു. കൂടാതെ ഇന്ന് ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. വളരെ വൈകിട്ടായിരിക്കാം അത് ഉണ്ടാവുക. ചില പ്രതീക്ഷകൾ അനുകൂലമായി കാണുന്നു. നാളത്തേക്കുള്ള ചില തയ്യാറെടുപ്പുകൾ ഇന്നേ തുടങ്ങുന്നത് വൈകുന്നേരങ്ങൾ നല്ലതായിരിക്കും. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസം ഈ ഫലം അനുഭവിക്കാവുന്നതാണ്. എന്നാൽ വൈദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായിരിക്കുകയില്ല. ഇന്ന് ചികിത്സ ആരംഭിക്കാനിരിക്കുന്നവർക്കും ഇന്ന് ഗുണകരമായൊരു ദിവസമായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. കെട്ടിടം നിർമ്മിക്കുന്നവർക്കും കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സ്വന്തമായി ഭവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം ഒരു അനുകൂലമായ കാര്യമാണ്. ഭക്ഷണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുക്കൾ കച്ചവടം നടത്തുന്നവർക്ക് ഒക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമല്ലെങ്കിലും വൈകുന്നേരത്തോടു കൂടി അനുകൂലമായ സാഹചര്യം തെളിഞ്ഞ് വരുന്നതാണ്. അതേപോലെ നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര അനുകൂലമായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാലി. ഈ കൂറുകാർക്ക് ശാരീരിക ക്ലേശങ്ങൾ മൂലം സ്വന്തം ജോലിയിൽ വ്യാപരിക്കാനായി ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ട്. അതിന് തക്കതായ അതിന് വേണ്ടതായ ചികിത്സാ സമ്പ്രദായം സ്വീകരിക്കേണ്ടതാണ്. ആലസ്യവും മടിയും ഉപേക്ഷിച്ച് സ്വന്തമായ ആരോഗ്യ പരിരക്ഷണത്തിനായിട്ട് മുൻപോട്ട് പോകേണ്ടതാണ്. മരുന്നുകൾ സേവിക്കുന്നതിൽ മടി കാണിക്കാതെ ഇരിക്കുക. ദീർഘയാത്ര ഒഴിവാക്കുക. അതേപോലെ മാനസികമായി സംഘർഷങ്ങളുണ്ടാകുന്ന ഒരു ദിവസമാണ്. ഒരു വേർപാടിൻ്റെ ദുഃഖങ്ങളൊക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും. സ്വന്തം പങ്കാളിയുമായി കലഹത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും ഈ അനുഭവമാണ് എങ്കിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വളരെ സന്തോഷകരവും അനുകൂലവുമായൊരു ദിവസമായിരിക്കും ഇന്ന്. വളരെ നാളുകളായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഒക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്.
ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യം. അതുകൊണ്ട് അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടതാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ചില സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ അയയുന്നതായിട്ട് കാണുന്നു. സമ്മാനദാനങ്ങൾ അല്ലെങ്കിൽ സമ്മാനം ലഭിക്കൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് മനസ്സിൽ സന്തോഷം നിറയുന്ന ഒരു ദിവസമായിരിക്കും. സുഹൃത്തുക്കളെ കണ്ടെത്തുകയും സന്തോഷം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാലും വൈകുന്നേരത്തോടു കൂടി അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഒരുപാട് നാളായി പൂർത്തിയാകാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ആകാനായിട്ടുള്ള ഒരു ലക്ഷണങ്ങളൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ്. അതേപോലെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായൊരു സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ ദന്തചികിത്സയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. എന്നാൽ ദന്തചികിത്സയ്ക്ക് ഇന്ന് തുടങ്ങുന്നത് നല്ലതല്ല. കാരണം ബുധനാഴ്ച ഒരു ചികിത്സയും തുടങ്ങാൻ നല്ല ദിവസമല്ല. ശനിയാഴ്ചയും ചികിത്സ തുടങ്ങാൻ നല്ല ദിവസമല്ല. എന്നാൽ ബുധനാഴ്ചത്തേക്കാൾ ഭേദമാണ് ശനിയാഴ്ച. അതുകൊണ്ട് ബുധനാഴ്ച ചികിത്സകൾ നിവൃത്തിയുണ്ടെങ്കിൽ ആരംഭിക്കാതിരിക്കുക. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ ബുധനാഴ്ച ഒന്ന് നോക്കേണ്ട, ഈശ്വരവിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോകാവുന്നതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായൊരു ദിവസമാണ്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. കുടുംബത്തിൽ ആരോടെങ്കിലും പരിഭവമോ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ട ഒരു ദിവസമായിരിക്കുമെന്ന്. സമാധാനത്തോടു കൂടിയാണ് ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ സന്താനങ്ങളെക്കുറിച്ച് കുറച്ച് ഉത്കണ്ഠയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചില പണച്ചെലവുകളും വാഹനങ്ങൾക്ക് ചില റിപ്പയറുകളും ഒക്കെ ഉണ്ടാകാം. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. എല്ലാ മേഖലയിലും പെട്ടവർക്കും ഇത് ബാധകമാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഇത് ബാധകമായ വിഷയമാണ്. എഴുത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, കലാകാരന്മാർക്ക് ഒക്കെ ഒരു മാന്ദ്യം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോവുക. ദിവസത്തിൻ്റെ അവസാനം ആശ്വാസകരമായ ഒരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാകാനായിട്ട് സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകുന്നതിൽ സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വിപരീതമാണ് ഫലം. ഉച്ചയ്ക്ക് ശേഷം വരുന്ന ചില കാര്യങ്ങളൊക്കെ മനസ്സിനെ അലട്ടുന്ന രീതിയിലുള്ളതാണ്. ധനക്ലേശത്തിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. സ്വന്തം ആൾക്കാരുടെ അല്ലെങ്കിൽ ഉറ്റവരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും വിയോഗം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ദീർഘയാത്ര പുറപ്പെടാൻ ഇരിക്കുന്നവർക്ക് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ വിദേശയാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവർക്ക് വളരെയധികം തടസ്സങ്ങൾ നേരിടുന്നതായി കാണുന്നു. ചില വസ്തു സംബന്ധമായ ചില പ്രശ്നങ്ങൾ അലട്ടിയേക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. വസ്തു ഇടപാടുകളിലോ അല്ലെങ്കിൽ കരം തീരുവാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യതയുള്ള ഒരു ദിവസമാണ്. കച്ചവട സാധ്യതയുള്ള ചില കാര്യങ്ങൾ കച്ചവടം നടക്കാതെ മനക്ലേശത്തിന് ഇടയുള്ള ഒരു ദിവസവുമായിരിക്കും ഇന്ന്. ആരോഗ്യകരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ട ദിവസമാണ് ഇന്ന്. എന്നാൽ സ്ഥിരമായി അസുഖങ്ങളുള്ളവർക്ക് ശമനം ലഭിക്കുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം
ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. സ്വന്തമായി എന്തെങ്കിലും തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. എന്നാൽ ചികിത്സ തുടങ്ങാനായി നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. സ്ഥിരമായി ഉള്ള അസുഖങ്ങൾ ചെറുതായി ഒന്ന് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരുപാട് നാൾ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായൊരു തീരുമാനം വന്ന് ചേരാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. എന്നാൽ സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്ത് അത്ര നല്ല അനുകൂലമായിരിക്കുകയില്ല എങ്കിലും ഉച്ചയ്ക്ക് ശേഷം അനുകൂലമായൊരു സമയമാണ് കണ്ടുവരുന്നത്. ദീർഘകാലമായി പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ലാതെ കിടക്കുന്ന തർക്കങ്ങൾ, വഴക്കുകൾ, കലഹങ്ങൾ ഒക്കെ പറഞ്ഞ് ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ബന്ധു സമാഗമത്തിന് സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുക്കളോടെല്ലാം വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുവാനും അവരുടെ സ്നേഹത്തിന് പാത്രീഭവിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ചില ധനനഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അത് ഒഴിവാക്കാവുന്നതാണ്. വാഹനങ്ങൾക്ക് ചില റിപ്പയർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായൊരു സമയമായി കാണുന്നു. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്കും അതേപോലെ ജോലി അന്വേഷിക്കുന്നവർക്കും ഇന്നൊരു അനുകൂലമായ ദിവസമായി കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായി വളരെ സന്തോഷത്തോടുകൂടി ചിലവഴിക്കാനുള്ള ഒരു ദിവസം ആണ് ഇന്ന്. വാക്കുകൾ നിയന്ത്രിക്കുകയും എല്ലാവരോടും കൂടി സൗഹൃദം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഇന്നുണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരം നേടാൻ അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനയിൽ ഏർപ്പെടുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഇഷ്ടജനങ്ങളെ കാണാനും സംസാരിക്കാനും വലിയ വലിയ ആൾക്കാരുമായിട്ട് സഹകരിക്കാനുമൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രതീക്ഷകൾ പുനരാവിഷ്കരിക്കാനുള്ളൊരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം മാറ്റം വരും. സന്താനങ്ങളുടെ ഉയർച്ചയെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ ചില കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ്. അതുകൊണ്ട് പുതിയ കൂട്ടുകെട്ടുകൾ സ്വീകരിക്കാനായി ഇന്നത്തെ ദിവസം അത്ര നല്ലതായിരിക്കുകയില്ല. ആരോഗ്യകാര്യങ്ങളിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം കാണുന്ന ഒരു ദിവസമായിരിക്കും. ഏറ്റവും അനുകൂലമായ ഒരു അവസ്ഥ ഉള്ള ആളുകൾക്ക് അതിന് വിപരീതമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ആ വിഭാഗക്കാരാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതേപോലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എഴുത്ത് ജോലികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്തിരിക്കുന്നവർക്കും ജോലിക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ധനുരാശിയിലെ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് സംഭവിക്കാം. മാനസികമായ ചില സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി മുൻപോട്ട് പോകുന്നതാണ്. സാമ്പത്തിക കാര്യത്തിൽ കുറച്ച് മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ബിസിനസ്സുകാർക്ക് ഇന്ന് വളരെയധികം വരുമാനം വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അതേപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് വരുമാനത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്തെങ്കിലും തൊഴിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ തുടങ്ങുന്നതിന് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ചികിത്സാദി കാര്യങ്ങൾ ഇന്ന് തുടങ്ങാനായിട്ട് ഇരിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും.
അതേപോലെ വിദ്യാർത്ഥികളെ കൊണ്ടോ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ടോ ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിനെല്ലാം ആശ്വാസകരമായൊരു മറുപടി ലഭിക്കുന്ന ഒരു ദിവസമാണ്. അതുപോലെ വിദേശത്ത് പോകാനും വിദേശ കാര്യങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുവാനായിട്ട് ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകൾക്കൊക്കെ അയവ് വരുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവർ അകലേക്ക് പോകുന്നതോർത്ത് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാമെങ്കിലും എല്ലാം നല്ലതിന് എന്ന് ആശ്വസിച്ച് സമാധാനിക്കണം. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ജീവിതത്തിൽ കാണുന്നില്ല. സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുന്നവർക്കും സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഇന്ന് അനുകൂലമായ ദിവസമായി കാണുന്നു. അതേപോലെ തന്നെ പരസ്യം തുടങ്ങിയ മേഖലകൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മേഖലകളൊക്കെ, അനിമേഷൻ അതൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ സംതൃപ്തി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. കായിക രംഗത്തും വലിയ വീഴ്ച കാണുന്നില്ല. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിരാശ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സെലക്ഷൻ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തടസ്സപ്പെടാനായിട്ട് സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും ബലം കൊടുക്കുന്നത്. അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വര പ്രാർത്ഥന നടത്തുക. എല്ലാം അനുകൂലമായി തന്നെ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ രാശി പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മളുടെ തൊഴിലിലൊക്കെ വളരെയധികം അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ദിവസമായിരിക്കും. കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കൊക്കെ ശമനം ലഭിക്കുന്ന ദിവസമാണ്. ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. അതേപോലെ വിദേശ പഠനത്തിനോ വിദേശ ജോലിക്കോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എന്നാൽ ഉറ്റവരായ ചില ആൾക്കാർ, സുഹൃത്തുക്കൾ ഒക്കെ നമ്മളോട് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. അവർ മൂലം ചില മനക്ലേശത്തിനൊക്കെ സാധ്യത കാണുന്നു. കൊളീഗ് അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വയ്ക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ ചിലർക്ക് അപകടങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. അതിനായി നമുക്ക് ധനനഷ്ടം വരാനും സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി മുൻപോട്ട് പോകുന്നതാണ്. ഷെയറിൽ പണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായി കാണുന്നു. ഇന്ന് സന്തോഷകരമായൊരു ദിവസമാണ് എന്ന് കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ആശ്വാസകരമായ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിലുണ്ടാകാം. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പലതും അനുകൂലമായി വരും. ഇഷ്ടജനങ്ങളുമായി സമ്പർക്കം പുലർത്താനും അതേപോലെ തന്നെ അവരും അവരെ കാണാനും ബന്ധുജന സന്ദർശനത്തിനും ഒക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ചില സംശയങ്ങളും ആശങ്കകൾക്കും ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ്. മാനസികോല്ലാസത്തിന് പല രീതികളും സ്വീകരിക്കുന്നവർ മദ്യപാനം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അത്തരത്തിലുള്ള ശീലങ്ങൾ നമ്മൾ പരിപോഷിപ്പിച്ചാൽ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക നിലയെയും അത് തകരാറിലാക്കും എന്നതായി കാണുന്നു. അത് ഇന്നത്തെ ദിവസം അതുമൂലം ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ദേഹാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവർക്കും ഇന്ന് ആശ്വാസകരമായൊരു ദിവസമാണ്. വളരെ നാളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാനായി സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ആലസ്യവും മടിയും മൂലം കുടുംബാംഗങ്ങളുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനായി സാധ്യതയുണ്ട്. ഇന്ന് കടം കൊടുക്കാനും കടം വാങ്ങാനും പറ്റിയ ഒരു ദിവസമല്ല.
ദൂരയാത്ര, ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകാനായി നല്ലൊരു അനുകൂലമായ ദിവസമാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവരെ നമസ്കാരം.